മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ മാത്രമേ ഉൽപാദന മികവ് കൈവരിക്കാൻ സാധിക്കൂ. ഇത്തരത്തിൽ മണ്ണിന്റെ പോഷക ഗുണം മനസ്സിലാക്കി കാർഷിക അഭിവൃദ്ധി നേടുന്നതിന് കർഷകനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം നടപ്പാക്കിയത്. ഈ പദ്ധതി പ്രകാരം കൃഷി ചെയ്തു വരുന്ന മാതൃകാ കർഷകനാണ് കണ്ണൂർ പേരാവൂർ തുണ്ടിയിലെ ജോഷി മനങ്ങാപ്പള്ളി. തന്റെ 7 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ജോഷി വിളയിച്ചെടുക്കുന്നതെല്ലാം മണ്ണറിഞ്ഞുകൊണ്ട് ചെയ്ത കൃഷിയിലൂടെ തന്നെ. ആദ്യമൊക്കെ നമ്മൾ സാധാരണ കേട്ടറിഞ്ഞുള്ള അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചു. നോക്കുമ്പോൾ വളരെയധികം നമുക്ക് ചെലവ് വർദ്ധിക്കുന്നതായി കണ്ട സാഹചര്യത്തിൽ നമ്മൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ടു. അന്നേരത്തെ ഒരു കൃഷി ഓഫീസർ നമ്മളോട് പറഞ്ഞു, മണ്ണ് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളപ്രയോഗം നടത്തിയാൽ ഉൽപാദനത്തിലും വർധനമുണ്ടാകും, നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2015-16 മണ്ണ് പരിശോധനയ്ക്ക് കൊടുത്തു. മണ്ണ് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഇറക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന വളത്തിൻ്റെ ഏകദേശം 50% ലാഭം കിട്ടാൻ തുടങ്ങി. ജോഷിക്ക് കൃഷിയിലെ അറിവ് പകർന്നു നൽകുന്നതിന് അച്ഛൻ തോമസും മുന്നിലുണ്ട്. 20 വയസ്സിൽ ഞാൻ കൃഷിപ്പണികൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 72 വയസ്സായി. ഈ 50 വർഷത്തിനോടടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റബ്ബറായിരുന്നു കൂടുതലായിട്ടുണ്ട്. കശുമാവ്, കവുങ്ങ്, തെങ്ങ്, കൊടി, ഈ 4 ഐറ്റംസ് 5 ഐറ്റംസും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. മണ്ണിന്റെ വിവിധ പോഷക ഘടകങ്ങളെ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ കർഷകന് നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണ്ണിന്റെ ആരോഗ്യം എന്താണെന്ന് വെളിവാക്കുന്ന ഒരു കാർഡാണ്. അതിനകത്ത് നമുക്ക് കിട്ടാവുന്ന ഡേറ്റ എന്ന് പറയുന്നത് മണ്ണ് എവിടെ നിന്നാണ് എടുത്തത്, ആരുടെ ഫീൽഡിൽ നിന്നാണ് എടുത്തത്, ഏതാണ് വില്ലേജ്, ഏതാണ് സർവേ നമ്പർ, മാത്രമല്ല അതിന്റെ കൃത്യമായ പൊസിഷൻ വെളിവാക്കുന്ന അക്ഷാംശം, രേഖാംശം എന്നിവയും അതിനകത്ത് നമുക്ക് ലഭ്യമാവും. മണ്ണ് ശരിയാണെങ്കിൽ ചെടിക്ക് കൂടുതൽ പ്രതിരോധ ശക്തി കിട്ടും, കൂടുതൽ ഉൽപാദനം ഉണ്ടാവും. അതിന് പുറമെ കീടരോഗബാധകൾ വളരെ കുറവായിരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിലൂടെ തന്റെ 7 ഏക്കറോളം ഭൂമിയിൽ വൈവിധ്യമാർന്ന കൃഷി ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തിന് തന്നെ ഒരു മാതൃകയാവുകയാണ് അദ്ദേഹം. കണ്ണൂരിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ.